എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ ആര്യ. ഇന്നത്തെ ടോപ്പിക്ക് പറയാൻ പോകുന്നത് അലോപീഷ്യയാണ് കേട്ടോ. ഇതിൽ കുറച്ച് പേർക്ക് ഈ ഒരു വേർഡ് ഫെമിലിയർ ആയിരിക്കും, ചിലരത് കേട്ടിട്ടോടെ ഉണ്ടാവില്ല. സോ ഇത് അനുഭവിച്ച ഒരാൾക്ക് ഇത് കറക്റ്റായിട്ട് ഓർമ്മ കാണും, ഒരിക്കലും മറക്കാനും പറ്റില്ല കേട്ടോ. സോ അലോപീഷ്യ എന്ന് പറയുന്നത് മുടികൊഴിച്ചിലിൻ്റെ ഏറ്റവും ഒരു വേർസ്റ്റ് വേർഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതെന്ന് പറയുന്നത് പല രീതിയിലുണ്ട് കേട്ടോ. ചിലർക്ക് പാച്ചസ് ആയിട്ട് ഒരു കോയിൻ ഷേപ്പിൽ മുടി കൊഴിഞ്ഞു പോകാറുണ്ട്, ചിലർക്ക് ഒരു സൈഡിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് ഹെയർ ലോസ് വരാറുണ്ട്. സോ ഇതിനെന്താണ് കാരണമെന്ന് ചോദിച്ചാൽ ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റമാണ്. നമ്മുടെ ബോഡിയിലെ നല്ല സെൽസ് തന്നെ അതൊരു പുറമേ ഉള്ള ഒരു ഫോറിൻ ബോഡിയാണെന്ന് തെറ്റിദ്ധരിച്ച് അതിനെ കില്ല് ചെയ്യുന്ന ഒരു അവസ്ഥ. ഓക്കെ, സോ ഇതിനു വേണ്ടി നമുക്ക് മൊത്തത്തിൽ ഒരു മെഡിസിൻ കഴിച്ചതിനെ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ അതൊരു റിയാലിറ്റിയാണ്. പക്ഷെ നമുക്ക് സൊല്യൂഷൻസ് ഉണ്ട്, ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. സോ ഇത് ഒരിക്കൽ കഴിച്ച് ഈ ഒരു മെഡിസിൻ കഴിച്ചു, നമ്മളിപ്പോൾ ഒരു ഇൻഫെക്ഷൻ മാറ്റുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ബാക്ടീരിയൽ മാറ്റുന്നത് പോലെ മൊത്തത്തിൽ നമുക്ക് തുടച്ചു നീക്കാൻ പറ്റില്ല. കാര്യം നമ്മുടെ ബോഡിയിലെ എല്ലാ സെൽസിനെയും ഒരുമിച്ച് കൊന്നു കളയാൻ നമുക്ക് പറ്റില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ ബോഡി മൊത്തത്തിൽ അത് ബാധിക്കും. ഓക്കെ, സോ ഞാൻ പറയാൻ പോകുന്നത് ഇതിലെ ഡയറ്റിന്റെ പാർട്ടാണ്. ഓക്കെ, മെഡിക്കേഷൻ നിങ്ങൾക്ക് ഏത് വിഭാഗത്തിലാണോ നിങ്ങൾക്ക് ഒരു വിശ്വാസമുള്ളത് അത് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം, അതിൽ ഞാൻ പറയുന്നില്ല. സോ ഡയറ്റ് നിങ്ങൾക്ക് ഇതിൽ ഏത് വിഭാഗത്തിൽ മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിലും ഡയറ്റ് നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാം കേട്ടോ. ഏറ്റവും വേണ്ടത് പ്രോട്ടീൻ തന്നെയാണ് കേട്ടോ. നമുക്ക് ഹെയറിൻ്റെ ഗ്രോത്തിന് ഏറ്റവും ആവശ്യം വൈറ്റമിൻ സിയും അതുപോലെ വൈറ്റമിൻ ഡി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് വൈറ്റമിൻ ഡി നിങ്ങൾ റീസെൻ്റ് ആയിട്ട് ഒരു 3 മന്തിനകത്ത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുക. വൈറ്റമിൻ നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടുന്നത് വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ നമുക്കതിന് സപ്ലിമെൻ്റ് എടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല, എടുക്കാതിരുന്നാൽ മാത്രമേ ദോഷമുള്ളൂ. ദെൻ പ്രോട്ടീനിലോട്ട് കിടക്കാം. പ്രോട്ടീൻ എടുക്കുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് അതുപോലെ ഡിന്നർ, ഈ 3 ടൈമിലും ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രോട്ടീൻ ഉണ്ടെന്ന് നിങ്ങൾ ഷുവർ ചെയ്യണം. അത് വെജോ നോൺ വെജോ എനി സോഴ്സിൽ നിന്ന് നിങ്ങൾ പ്രോട്ടീൻ ചൂസ് ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റിലാണെങ്കിൽ നിങ്ങൾക്ക് പൾസസ് ഐറ്റംസ് ചൂസ് ചെയ്യാം, അത് സ്പ്രൗണ്ടഡ് ആണെങ്കിൽ ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ അത് ഗ്രീൻ ഗ്രാം, ചിക്പിയ, സോയാബീൻ ഇതുപോലെ ഏത് വേണമെങ്കിലും എടുക്കാം. രാവിലെ എഗ് കറി വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, പനീർ എടുക്കാം. മോർണിംഗിൽ ചിക്കൻ കഴിക്കുന്നവർ കുറവായിരിക്കും, ചിക്കൻ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ ഉറപ്പായിട്ടും എടുക്കാം. പിന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് മോരും വെള്ളം കേട്ടോ, മിൽക്ക് പ്രോഡക്ട്സ്. ഇനി ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങളൊരു കൊളസ്ട്രോൾ ഉള്ള പേഷ്യൻ്റ് ആണ് അല്ലെങ്കിൽ നിങ്ങളൊരു ഓവർ വെയിറ്റ് ഒബീസ് കണ്ടീഷനിൽ ഇരിക്കുന്നവരാണെങ്കിൽ ഞാൻ ഈ പറയുന്ന പ്രോഡക്ട്സ് നിങ്ങൾ എടുക്കുമ്പോൾ ഇതെല്ലാം ലോ ഫാറ്റ് ആണ് എന്നുള്ള നിങ്ങൾ ഉറപ്പായിട്ട് അഷ്യൂർ ചെയ്യും. ഓക്കെ, ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനു വേണ്ടി ചെയ്യുന്ന ഡയറ്റ് ചിലപ്പോൾ അതിന് ദോഷമായി തീരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ലോ ഫാറ്റ് ആയിട്ടുള്ള മോരും വെള്ളം, യോഗേർട്ട് ഇതൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. ഓക്കെ, സ്പ്രൗട്ട്സ് ഏറ്റവും നല്ലതാണ്, ഡബിളായിട്ട് പ്രോട്ടീനും ഫൈബറും അതുപോലെ തന്നെ ഉണ്ടാവും. ദെൻ അത് കഴിഞ്ഞിട്ട് ഫ്ലൂയിഡിൻ്റെ ഇൻടേക്ക്, ഉച്ചയ്ക്ക് മുന്നേ തന്നെ നിങ്ങൾ കുടിക്കേണ്ട ഫ്ലൂയിഡ് ഇൻടേക്ക് മസ്റ്റായിട്ട് നിങ്ങൾ കുടിക്കാം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഈ ഒരു ഉച്ചവരെ നമ്മൾ എത്തി, ഈ ഒരു സമയം കൊണ്ട് തന്നെ നിങ്ങളുടെ സ്ട്രെസ് ലെവൽ ഓക്കെ ആണെന്നൊന്ന് അഷ്യൂർ ചെയ്യാം കേട്ടോ. കാര്യം സ്ട്രെസ് ലെവൽ ഭയങ്കര കൂടുതലാണെങ്കിൽ മുടി കൊഴിച്ചിൽ, അല്ലെങ്കിൽ തന്നെ അലോപേഷ്യക്കെന്നല്ല, അല്ലെങ്കിൽ തന്നെ മുടി കൊഴിച്ചിൽ ഭയങ്കരമായിട്ട് കൂടും. സോ നമുക്കത് മാനേജ് ചെയ്യാൻ പെട്ടെന്ന് ഈസി ആണെന്ന് ഞാൻ പറയുന്നില്ല. നമുക്കിപ്പോൾ പ്രൊഫഷണലായിട്ട് സ്ട്രെസ് ഇല്ലാത്ത ആരും തന്നെ ഇല്ല, എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ നമ്മളത് എങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നു എന്നതിലാണ് കാര്യം. മൊത്തത്തിൽ സീറോ ആക്കാൻ പറ്റില്ല. ഓക്കെ, സോ അതും കൂടെ നിങ്ങളൊന്ന് നോക്കുക. ദെൻ ഉച്ചയ്ക്ക് ശേഷം ആയാലും നിങ്ങൾ കഴിക്കുന്ന റൈസ്, അത് കാർബ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമുക്ക് നല്ല കാർബാണ് ആവശ്യം. അലോപേഷ്യക്ക് എസ്പെഷ്യലി ഫൈബറോട് കൂടിയ കാർബ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ വൈറ്റ് റൈസ് അതുപോലെ ഇഡ്ഡലി, ദോശ ഇതൊക്കെ തന്നെ നമുക്ക് ഫൈബർ ഭയങ്കര കുറഞ്ഞ ടൈപ്പ് ഓഫ് കാർബ്സ് ആണ്. സോ നിങ്ങൾ ബ്രൗൺ റൈസ് ചൂസ് ചെയ്യണം, മില്ലറ്റ് ചൂസ് ചെയ്യണം, ക്വീന ഇതൊക്കെ നിങ്ങൾ ബോയിൽ ചെയ്ത് എടുക്കുകയാണെങ്കിൽ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫൈബറോട് കൂടിയ ഗുഡ് കാർബ്സ് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. ഈവൻ നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ പോലും, വിത്ത് അലോപേഷ്യ ആണെങ്കിൽ പോലും നിങ്ങൾക്കത് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യില്ല. ഓക്കെ, സോ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എഗ്ഗോ ചിക്കനോ ഫിഷോ എന്തെങ്കിലും ആഡ് ചെയ്യാം. 1 കപ്പ് സാലഡ് നിങ്ങൾ മസ്റ്റായിട്ടും എന്ത് ചെയ്യുക, ഉച്ചയ്ക്ക് കഴിക്കാം. അത് ഫ്രൂട്ടും വെജിറ്റബിളും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ. നിങ്ങളുടെ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന വരെയെങ്കിലും എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫ്രൂട്ടിനെ മാറ്റിയിട്ട് വെജിറ്റബിൾസ് മാത്രം വെച്ചിട്ട് സാലഡ് പോലെ കഴിക്കാം. ഈവനിങ് ടീ, കോഫി ഒഴിവാക്കുക. കാര്യം ടീ പൗഡറിലും കോഫിയിലൊക്കെ കഫീൻ്റെ അഡിക്ഷൻ കൂടുതലാണ്. അപ്പോൾ കഫീൻ നമുക്ക് ഈ ഒരു നമ്മുടെ പ്രശ്നത്തിന് കുറച്ചുകൂടി ട്രിഗർ ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യരുത്, കഫീൻ നമുക്ക് വേണ്ട. പറ്റുമെങ്കിൽ മാക്സിമം അങ്ങ് ഒഴിവാക്കുക. ഇല്ല, ചായ ഇല്ലാണ്ട് പറ്റില്ല, ഓൾറെഡി ടീ അഡിക്ഷനിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കടുപ്പം കുറയ്ക്കുക, വൈറ്റ് ഷുഗറിനെ അങ്ങ് ഒഴിവാക്കുക കേട്ടോ. വൈറ്റ് ഷുഗർ നമുക്ക് ആവശ്യമില്ല. ഇനി ഷുഗറും ഇടാതെ നമുക്ക് കഴിക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ ചെയ്യേണ്ടത് ജാഗരി പൗഡറോ ഹണിയോ
ചെറിയ ഒരു 5 ഗ്രാം അടുപ്പിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഡിന്നർ നേരത്തെ കഴിക്കുക. അതിപ്പോൾ വെയിറ്റ് ലോസിനൊന്നും മാത്രമല്ല, നമ്മുടെ ഒരു മൊത്തത്തിൽ ഒരു മെറ്റബോളിസം നമുക്കൊന്ന് ട്രാക്കിലോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രിത്തെ ഭക്ഷണം നേരത്തെ തന്നെ കഴിക്കുക കേട്ടോ. ചെറിയ രീതിയിൽ കാപ്സ് ആഡ് ചെയ്തുകൊണ്ട് പ്രശ്നമില്ല. കാപ്സ് എപ്പോഴും മോഡറേറ്റ് ആയിരിക്കണം. എന്ന് വെച്ചാൽ ഒരു ചപ്പാത്തി, ഒരു 2 ചപ്പാത്തി, അതിൽ കൂടുതൽ പോകരുത് കേട്ടോ. ആ ചപ്പാത്തിയിൽ മില്ലറ്റിന്റെ ഫ്ലോർ ഒക്കെ ആഡ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ദെൻ ഒരു പോർഷൻ ഓഫ് പ്രോട്ടീൻ, അതിപ്പോൾ നമുക്ക് വെജ് നോൺ വെജ് ഒരു പ്രോട്ടീൻ ആഡ് ചെയ്യാം. ഒരു കപ്പ് ഓഫ് സാലഡും നിങ്ങൾക്ക് അതിൻ്റെ കൂടെ എടുക്കാം. സോ ഇതാണ് എന്തെന്ന് നിങ്ങളുടെ ഒരു ഡിന്നറിന്റെ പ്ലേറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു രീതിയിൽ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് പോവാം കേട്ടോ. വാട്ടറിന്റെ ഇൻടേക്ക് നിങ്ങൾ കറക്റ്റായിട്ട് എടുക്കാൻ നോക്കുക. കാര്യം ഹൈഡ്രേറ്റഡ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇതെല്ലാം കഴിച്ച് നിങ്ങൾ ഡീഹൈഡ്രേറ്റ് ആയി പോകുന്നുണ്ടെങ്കിൽ ന്യൂട്രിയൻസിന്റെ അബ്സോർപ്ഷൻ എന്ത് ചെയ്യില്ല, പ്രോപ്പറായിട്ട് നടക്കില്ല. ഓക്കെ, സോ ഫ്ലൂയിഡ് ഇൻടേക്ക് നോക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പോവുക. നട്ട്സ് നിങ്ങൾ മറക്കരുത്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 10 നമ്പർ ഓഫ് നട്ട്സ് നിങ്ങൾക്ക് എടുക്കാം. ഒരു 5 ബദാം, ബാക്കി കാഷ്യൂസ്, വാൾനട്ട്, പിസ്ത മിക്സ് ചെയ്തെടുക്കാം. ഇത് എനി ടൈം നിങ്ങൾക്ക് കഴിക്കാം. ഇന്ന ടൈം എന്നില്ല, എനി ടൈം കഴിക്കാം. ഓക്കെ, ഇതിന്റെ കൂടെ നിങ്ങൾക്ക് വീണ്ടും ഭയങ്കരമായിട്ട് മുടിയൊഴിച്ചിലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഹോർമോണൽ പരമായിട്ടും എന്തെങ്കിലും ഇഷ്യൂ കാണും, ലൈക്ക് തൈറോയിഡോ PCODയോ അങ്ങനെ എന്തെങ്കിലും. ഉറപ്പായിട്ടും നിങ്ങൾ അതും കൂടെ ചെക്ക് ചെയ്യുക. ബേസിക് ആയിട്ട് ചെയ്യേണ്ട എന്താണെന്നറിയോ, ഞാൻ പറഞ്ഞ ഡയറ്റ് ആണ്. ബേസിക് ആയിട്ട് നിങ്ങൾ ടെസ്റ്റുകളൊക്കെ ചെയ്യാം. ഓക്കെ, നിങ്ങളൊരു ഗൈനക്കിനോ അല്ലെങ്കിൽ എൻഡോക്രൈനോളജിസ്റ്റോ നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാം. അപ്പോൾ അവർ നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യും എന്തൊക്കെ ടെസ്റ്റ് ആണെന്നുള്ളത്. അത് ചെക്ക് ചെയ്തിട്ട് നമ്മൾ സ്മാർട്ടായിട്ട് തിങ്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡെഫിഷ്യൻസി ഉണ്ടാവില്ലേ, അതിന് മെഡിസിൻ എടുക്കാം. മനസ്സിലാവുന്നുണ്ട് അല്ലേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡയറ്റ് കുറച്ചുകൂടെ ഒന്ന് എൻഹാൻസ് ചെയ്തെടുക്കാം. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ട് ആ സൊല്യൂഷൻ അങ്ങനെ തന്നെ കിട്ടും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ഇത് അലോപേഷ്യ എന്ന് പറയുന്നത്, ഇത് വന്നിട്ടുള്ളവർ ഇപ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റിയോടെ ആയിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ വാച്ച് ചെയ്യുന്നത്. കാര്യം അവർക്കറിയാം അതിൻ്റെ ഒരു പെയിൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യം ഫുഡിൻ്റെ പാർട്ടിൽ എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പോഴും സ്റ്റിൽ ഒരുപാട് ഡൗട്ട് ഉള്ളവർ കാണും. സോ അവർക്കൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക കേട്ടോ. മോർ വീഡിയോസ് എന്തൊക്കെ സബ്ജക്റ്റിൽ വേണമെന്ന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും അതും കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.